എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ കണ്ടൻസ് നമ്മിൽ നിന്നും അകന്ന് ദൂരദേശങ്ങളിൽ നഷ്ടസ്വപ്നങ്ങളുമായി കഴിയുന്ന ചിലരെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഏതാണ്ടൊരു സാമാന്യ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞാൽ ജോലിയുടെ ഭാഗമായി നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നോ പലരും പല ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും. അങ്ങനെ ഒട്ടനവധി ലക്ഷോപലക്ഷം ജനങ്ങൾ ഇന്ന് പുറം രാജ്യങ്ങളിലുണ്ട്. അവരുടെ ബന്ധുജനങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും എന്തിനു വേണ്ടി ഓടി കളിച്ച കുഞ്ഞുകാലങ്ങളിലുണ്ടായിരുന്ന കുഞ്ഞു കൂട്ടുകാരെയും എല്ലാം പിരിഞ്ഞ് ജീവിക്കാൻ വേണ്ടി പല ഭാഗത്ത് പോയി അവിടെ ജീവിക്കുന്നു. പതുക്കെ പതുക്കെ അവർ അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറുന്നു. കാലം കഴിയുമ്പോൾ അവിടെ തന്നെ അവർക്ക് അവിടെ ഒരു ജീവിതസഖിയെ കണ്ടെത്താനും അവർ ശ്രമിക്കുന്നു. കാരണം തിരിച്ചൊരു മടക്കയാത്ര നാട്ടിൽ ഉടൻ ഉണ്ടാകാൻ സാധിക്കില്ല. അതിനുള്ള സാമ്പത്തികം, അതിനുള്ള സംവിധാനങ്ങൾ തന്നെയായിരിക്കും അതിന് കാരണമായി മാറുന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്കുക, നാം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ തറവാടിലും നമ്മുടെ ബന്ധുജനങ്ങളിലും നമ്മുടെ നാട്ടിലും ജീവിക്കുമ്പോൾ, വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ അത്ര കണ്ട് സ്വാതന്ത്ര്യമുള്ള അന്യനാടുകളിൽ ഓരോ വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നതായി നാം അറിയണം. അവർക്ക് നമുക്കൊരു സ്വാതന്ത്ര്യവും അത്രയൊന്നും അവിടെ ഉണ്ടാകാൻ സാധ്യമല്ല. അവരുടെ നിയമക്കുരുക്കുകളും അതെല്ലാം അവിടെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളും സഹിച്ച് അവരുടെ സ്വയം നിലനിൽപ്പിന് അല്ലെങ്കിൽ വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും മാറി അവർ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. 2 വർഷത്തിലൊരിക്കലോ 5 വർഷത്തിലൊരിക്കലോ അവർ നാട്ടിലേക്ക് മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും കാണാൻ വേണ്ടി അവർ വരുന്നു. ഒന്ന് മനസ്സിലാക്കുക, ഏതാണ്ട് 18-20 മണിക്കൂർ കഴിഞ്ഞെങ്കിൽ മാത്രമേ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഒരു കുടുംബത്തിന് ഇവിടെ എത്താൻ പറ്റൂ. ഒരു അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബം ഇവിടെ വന്നു പോകണമെങ്കിൽ ലക്ഷങ്ങളുടെ ചിലവാണ്. അതും നമ്മൾ ഓർക്കുന്നില്ല. അമേരിക്ക എന്ന് പറഞ്ഞാൽ അവിടെ സ്വർണം കുഴിച്ചെടുക്കുന്ന നാടല്ല. പക്ഷേ നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ അവിടെ ജീവിച്ചു പോവുകയാണ്. ചിട്ടപ്പടികളും കുറച്ച് സൗകര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള സപ്പോർട്ടുകളും കാരണം വലിയ ക്ലേശങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിന് ചിട്ടപ്പടിയായി പോകണം. ഈ സംവിധാനം നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നഷ്ടസ്വപ്നങ്ങളുമായി കഴിയുന്നവർക്ക് എത്രയോ ആശ്വാസമായിരിക്കും. ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കുന്നോ? ഇല്ല. ഇവിടുത്തെ ഈ കപട വേഷങ്ങൾ അണിയുന്ന രാഷ്ട്രീയക്കാർ അവർ നമ്മെ സമീപിക്കും. ആ വോട്ടിൻ്റെ സമയത്തിന് വോട്ട് വാങ്ങാൻ വേണ്ടി അവർ കാണിക്കുന്ന വ്യഗ്രത ഒരിക്കലും ഇങ്ങനെ നഷ്ടസ്വപ്നങ്ങളുമായി പുറം രാജ്യത്ത് നടക്കുന്നവരെ സ്വന്തം നാട്ടിൽ വന്ന് അവർക്ക് സൗകര്യമായിട്ടുള്ള ജീവിതമോ അവർക്കൊരു ജോലിയോ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇവിടെ ആരും ശ്രദ്ധിക്കാറില്ല. ഒരിക്കലും ഒരു വ്യക്തികളും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇത്ര ലക്ഷോപലക്ഷം ജനങ്ങളും ഈ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിവേ, ഒന്ന് മാത്രം നമുക്ക് പറയാം, ഈ നാട്ടിൽ കഴിയുന്നവരെക്കുറിച്ച് നാം ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കാറില്ല. പലരും ബന്ധുജനങ്ങൾ നാം അവരുടെ സഹായങ്ങളാണ് കാക്ഷിക്കുന്നത്. അവരുടെ കഷ്ടപ്പെട്ടുണ്ടാകുന്ന ആ അധ്വാനത്തിൽ നിന്നുള്ള ഒരു ഭാഗം നാട്ടിലയക്കുന്നു. മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ അതിൻ്റെ തണലിൽ ജീവിക്കുന്നു. എന്നാൽ പലർക്കും ആഗ്രഹം കാണും സ്വന്തം നാട്ടിൽ വന്ന് സെറ്റിലാകണം. പക്ഷേ അത് സെറ്റിലാകണമെങ്കിൽ അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ആ രാജ്യത്തിൻ്റെ സൗകര്യങ്ങളനുസരിച്ച് ഇങ്ങോട്ടേക്ക് അവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം അത്ര കണ്ട് നമ്മുടെ രാജ്യത്തില്ല. ഇതിൽ
1% ആൾക്കാരെങ്കിലും അവരുടെ അവസാന സമയം നാട്ടിൽ വന്ന് സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചിരിക്കാം. ബട്ട് 100% ഒരുപക്ഷെ സാധിക്കാതെയും വരാം. ചില ആൾക്കാർ മുൻ കാലങ്ങളിലെ അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് സക്സസ് ആകും. പാവം, അവർ അന്യനാട്ടിൽ കഴിഞ്ഞ് അവിടുത്തെ സംസ്കാരവും ഇടപെട്ട് ആ രാജ്യത്തുള്ള ആരുമായിട്ട് വിവാഹബന്ധം നടത്തി കഴിഞ്ഞാൽ അവർ നാട്ടിൽ വന്നാൽ നമ്മുടെ മലയാള ഭാഷകൾ തന്നെ അവർക്കറിയാൻ പറ്റില്ല. ആകെ അവർക്ക് വീട്ടിലുള്ളവർക്കും ആ കുട്ടികൾക്കും കൈമാറാൻ പറ്റുന്നത് ഒരു പുഞ്ചിരി മാത്രമായിരിക്കും. നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അവർക്ക് ഭാഷ ബുദ്ധിമുട്ടായ കാരണം സാധിക്കില്ല. ബട്ട് നല്ലതായിരിക്കും. അവർക്കും ഉണ്ടാകും ആഗ്രഹങ്ങൾ. അവർക്കും അവരുടെ പേരൻസിൻ്റെ സ്ഥലമായിട്ടും അതൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുമെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളും സാഹചര്യങ്ങളും അതിന് സാധിക്കില്ല. അതാണ് ശരിക്കുള്ള കാരണങ്ങൾ. സോ എപ്പോഴും നമ്മൾ അന്യനാട്ടിൽ പോകുമ്പോൾ ഒന്ന് വിചാരിക്കുക, പിറന്ന നാടുമായി നമ്മൾ അകന്നു പോവുകയാണ്. തിരിച്ചൊരു വരവുണ്ടാകില്ല. നമ്മുടെ അവസാനം നമ്മുടെ സ്വന്തം നാട്ടിൽ ആയിരിക്കില്ല എന്നൊക്കെ എത്ര പേർ കരുതാറില്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എവിടെയെങ്കിലും പോയി ജീവിക്കണം, വീട്ടുകാരുടെ വിഷമങ്ങൾ അകറ്റാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നവർ അവരുടെ അധ്വാനത്തിൽ കൂട്ടുന്ന ആ തുകകൾ കൊണ്ട് ഇവിടെ നാം ബന്ധുജനങ്ങൾ ജീവിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അധ്വാനത്തിൻ്റെ പൈസയാണ്. നമ്മെപ്പോലെ അല്ല അവർ അന്യനാട്ടിൽ കഴിയുന്നത്. ഏകാന്തതയിലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇല്ലായ്മകളിലും കൂടി അതിജീവിച്ച് അവരിൽ നിന്നും കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ, ആ സഹായം നമ്മൾ ഒരിക്കലും വിസ്മരിക്കപ്പെടരുത്. അവർക്കും അവരുടെ നാട്ടിൽ വന്ന് റീസെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം നാം ചെയ്യണം, ആഗ്രഹിക്കുകയും വേണം. എല്ലാവർക്കും ഇതൊരു ഓർമ്മ ഉണ്ടായിരുന്നാൽ നല്ലത്. അവരും പുറത്തുള്ളവരുടെ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നാട്ടിലുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.